ഹായ് ഹലോ, ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ കുറേ ഇതുപോലത്തെ കുറച്ച് വിദ്യാർത്ഥികൾ ഇതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ പ്രശ്നം കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം സംസാരിക്കുക കേട്ടോ. നമ്മുടെ കേരള PSCയിൽ കുറച്ച് കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് റാങ്ക് ലിസ്റ്റ്. പിന്നെ പുട്ടിൽ തേങ്ങട എന്നൊക്കെ പറഞ്ഞ പോലെ മുറയ്ക്ക് എക്സാം നടക്കുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് ഇടുന്നുണ്ട്. എന്നിട്ടെന്താ, റാങ്ക് ലിസ്റ്റുള്ളവർക്ക് കൊടുക്കൂല. ഇനിയും പഠിക്കണം, കിട്ടുന്നവരേ പഠിക്കണം. 1 റാങ്കായാലും 2 റാങ്കായാലും എല്ലാതായാലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പിന്നെ പോരാത്തതിന് പണ്ടത്തെ നിന്നും വ്യത്യാസമായിട്ട് റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാർ ഒരു 5 വർഷമൊക്കെ പഠിച്ചൊരു കയറുന്നൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ആ കുട്ടി ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 3 വർഷം റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടാവും. റാങ്ക് ലിസ്റ്റ് വരാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ മൊത്തത്തിൽ കൂടുമ്പോൾ 4-5 വർഷം ഉണ്ടാവും. ഈ 4-5 വർഷം ഈ റാങ്ക് ലിസ്റ്റിന് വേണ്ടി നടക്കണം. എന്നാലും അവർക്ക് കയറാൻ പറ്റുള്ളൂ. ഓഫീസുകൾ കയറി ഇറങ്ങണം, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിച്ചിട്ടുണ്ടോ നോക്കണം, ഒരു സ്കൂളാണെങ്കിൽ അവരുടെ ഡിവിഷൻ ഫാളിൻ്റെ പ്രശ്നം ഉണ്ടോ നോക്കണം. എന്തൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോയി ഇത്രയും അത്യാവശ്യം റാങ്കിലെ കുട്ടികളാവുമല്ലോ ഇതിൻ്റെ ബാക്കിൽ നടക്കാം. ഇങ്ങനെയൊക്കെ നടന്നാലും ലാസ്റ്റ് എന്താ, അവരെന്തെങ്കിലും ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് റദ്ദാക്കുകയോ അല്ലെങ്കിൽ ലിസ്റ്റ് കട്ടായി, അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ കട്ടായിപ്പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ നീറ്റിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളില്ലേ, അതേ സിറ്റുവേഷനിൽ അത്രയും പിന്നെ ബുദ്ധിമുട്ടുകൂടെ തന്നെയാണ് ഈ PSC റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിൽ വന്നിട്ട് നിൽക്കുന്ന കുട്ടികളും കടന്നു പോകുന്നത്. എന്നിട്ട് വിരലിൽ എണ്ണാവുന്ന ഒരു വലിയൊരു റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ വളരെ തുച്ഛം കുട്ടികളെ മാത്രം നിയമിച്ചിട്ട് ബാക്കിയുള്ള കുട്ടികളെ സമരം പിന്നെ അതും ഇതുമായിട്ട് നടക്കുക. അല്ലെങ്കിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ വ്യാജ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ ഓഫീസിൽ നിന്ന് അവരൊക്കെ ഓഫീസുകൾ തോറും കയറി ഇറങ്ങുക. ഞാൻ ഈ പറയണത് ഇപ്പോൾ നിലവിൽ PSC എഴുതി റാങ്ക് ലിസ്റ്റ് ഒന്ന് മണ്ണ് തിന്നുന്ന കുറേ കുട്ടികളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം ഓരോ സിറ്റുവേഷന്. ഗവൺമെൻറ് ഈ കൊടുക്കാൻ കഴിയില്ല ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും എക്സാമുകൾ നടത്തി ഇത്രയും വലിയ റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരണം? അല്ലെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കട്ടോ, ഇപ്പോഴത്തെ എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് കൂടി. ഭയങ്കര ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സ്റ്റേറ്റ്മെൻറ്റായി തലങ്ങും വിലങ്ങും പണ്ടത്തെക്കാളും വളരെ ഈ ബുദ്ധി നിങ്ങൾക്ക് ഈ എക്സാം നടത്തുന്ന കാര്യത്തിൽ ഉപയോഗിച്ച് നോക്കിക്കൂടെ? എക്സാം നടത്തുമ്പം ഈ സമയത്ത് നടത്തണോ, ഇത്ര വലിയ റാങ്ക് ലിസ്റ്റിൽ ഇടണോ, ഇതിട്ടാൽ ഗവൺമെൻറ് പ്രതിസന്ധി വരികയാണെങ്കിൽ ഇത് വേണ്ട എന്ന് എന്തൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാം. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ മാത്രം ഈ ബുദ്ധി പ്രയോഗിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഞാൻ പുറത്തുനിന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ വിചാരിക്കരുത്. ഞാനും ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത റാങ്ക് ലിസ്റ്റിന് വേണ്ടി കുറേ നടന്ന് മതിയാക്കിയൊരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ ഈ നടക്കുന്ന കുട്ടികളെ, ഈ മണ്ണ് നിന്ന കുട്ടികളെ കണ്ടാൽ ഞാൻ കടന്നു പോയ സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാവും. കുറേ കുട്ടികളൊക്കെ ഞാനൊക്കെ ഉള്ള റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ്, അതായത് ഇനി എഴുതാൻ പറ്റൂല എന്നുള്ള സ്റ്റേജിലെത്തിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പോലും ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായില്ല. ആർക്കും കൊടുക്കൂല ഗവൺമെൻറ്, അത് വേറെ കാര്യം. ഇനി പുതിയ ഗവൺമെൻറ് അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എഴുതിയ സമയത്തുള്ള ഗവൺമെൻറ്റിനെ ഞാൻ പറഞ്ഞത്. ഇനി പുതിയ ഗവൺമെൻറ് വന്നിട്ട് നമുക്ക് ഇപ്പം മണ്ണ് നിന്ന കുട്ടികൾക്ക് കിട്ടുമല്ലേ എന്നുള്ളത് നോക്കി നമുക്ക് മനസ്സിലാവും ഗവൺമെൻറ് അവസ്ഥ എന്താണെന്നുള്ളത്. പിന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നമ്മൾ ഓരോ ഓഫീസ് കയറിയാകും. ഓഫീസിൻ്റെ പേരും കാര്യമൊന്നും ഞാനിപ്പോൾ തൽക്കാലം പറയണില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് കാണണം. അവരെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങി അവരെഴുതിയ എക്സാമിനേക്കാളും വലിയ കട്ട് ഓഫിൽ നിന്നിട്ട് വന്ന ഈ കുട്ടികളോട് അവർ പെരുമാറുന്ന രീതി കാണണം. അതൊക്കെ ഒന്ന് ഗവൺമെൻറ് കണ്ണ് തുറന്ന് കാണും. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഈ നീറ്റ് എക്സാം എഴുതി മക്കൾ അനുഭവിച്ച വേദന നമുക്ക് മനസ്സിലാവും. എല്ലാ ഉദ്യോഗസ്ഥർക്ക് ഗവൺമെൻറ്റിന് എന്താണ്, ഒരു എക്സാം എഴുതി എന്താ പരീക്ഷ പേപ്പർ ക്രമക്കേടോ അല്ലെങ്കിൽ പേപ്പർ ലീക്കാവുക വളരെ സിമ്പിളായി കാര്യക്കാർ. അതിലൂടെ കടന്നു പോകുന്ന കുട്ടീൻ്റെ മാനസികാവസ്ഥ ആദ്യം മനസ്സിലാക്കണം. അത് എങ്ങനത്തെ മനസ്സിലാവാത്തത് എനിക്ക് ഇതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇവർ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആൾക്കാരല്ലേ. ഞാൻ ചോദിക്കുന്നത്, ഈ മന്ത്രിമാരും MLA-മാരൊക്കെ ആയുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ഈ വീടുകൾ കയറി വോട്ട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ റിസൾട്ട് കാത്തു നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവും അല്ലേ? അന്ന് നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്ന് അറിയുന്ന ആ ഒരു കുറച്ച് സെക്കൻഡുകൾ നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, ആ സമയത്ത് നിങ്ങൾ തോറ്റു എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നിങ്ങൾ ജയിച്ചു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഇതൊക്കെ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ മനുഷ്യന്മാരും അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എത്രയോ നല്ലൊരു ഭാഗം നമ്മൾ ഈ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. ഒരു കുട്ടി 4-5 വയസ്സിൽ പഠനം തുടങ്ങിയിട്ട് ഒരു ജോലി കിട്ടുന്നവരേ പഠിക്കുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് അത്രയും കഷ്ടപ്പെട്ട് എക്സാം എഴുതിയിട്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വോട്ടും ചോദിച്ച് വരുന്നത്? എന്തിനാണ് ഇന്ന് ഇങ്ങനെ എക്സാം നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ റാങ്ക് ലിസ്റ്റ്? ഇനിയിപ്പോൾ എക്സാമ്പിൾ നടത്തിക്കോളൂ. നിങ്ങൾക്ക് 100 ഒഴിവാണ് ഉള്ളതെങ്കിൽ
100 ആൾക്കാർ റാങ്ക് ലിസ്റ്റ് ഇടുക, എന്നിട്ട് നിങ്ങൾക്ക് അത്ര മതി, എന്നിട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരെ, എന്നിട്ട് ഈ 101-ാമത്തെ അല്ലെങ്കിൽ 102, 103-ാമത്തെ ഈ കുട്ടികൾ ഇതിനു വേണ്ടി നടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം.